Hi, hello, welcome to once. So, KTU 2024 സ്കീമില് S4 ട്രിപ്പിൾ ഇ ബ്രാഞ്ചിന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ദാറ്റ് ഈസ് പ്രീസെറ്റ് ആൻഡ് ക്ലിയർ. അത് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് ഇൻപുട്ട് ആണ് പ്രീസെറ്റ് ആൻഡ് ക്ലിയർ. അതാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പ്രീസെറ്റ് എന്താണ്, ക്ലിയർ എന്താണ്, ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ പ്രീസെറ്റ് ആൻഡ് ക്ലിയറിനെ നമ്മൾ സാധാരണ പറയുന്നത് അസിൻക്രണസ് ഇൻപുട്സ് എന്നാണ്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അസിൻക്രണസ് ഇൻപുട്ട് എന്നാണ് പ്രീസെറ്റ് ആൻഡ് ക്ലിയറിനെ പറയുന്നത്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, സിൻക്രണസ് ഇൻപുട്ടും അസിൻക്രണസ് ഇൻപുട്ടും എന്തായിരിക്കും? അതായത് ഇൻപുട്ട് വിച്ച് ആർ ആക്ടിങ് ഓൺലി വിത്ത് ദ ക്ലോക്ക് സിഗ്നൽ ഈസ് സിൻക്രണസ് ഇൻപുട്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന് എന്തൊക്കെ ഉണ്ടാവും? ഫ്ലിപ്പ് ഫ്ലോപ്പ് സപ്പോസ് വി ടേക്ക് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് JK എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. Q കോംപ്ലിമെന്റ് എന്നുകൊണ്ട് രണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. ആൻഡ് വി ഹാവ് ടു ഗിവ് ദ ക്ലോക്ക് സിഗ്നൽ. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? യു അപ്ലൈ ദ ഇൻപുട്ട് JNK, then you apply the clock. Only then you will get the output regarding the input. അല്ലെ, ഇൻപുട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ചുമ്മാ നിങ്ങൾ ഇൻപുട്ട് മാത്രം കൊടുത്താൽ പോരാ, അതിന്റെ കൂട്ടത്തില് ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യണം. ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? അങ്ങനെ തന്നെയല്ലേ ചെയ്യാ? യെസ്. സോ അതുകൊണ്ടാണ് അതിനെ സിൻക്രണസ് ഇൻപുട്സ് എന്ന് പറയുന്നത്. ക്ലോക്ക് സിഗ്നലുമായിട്ട് സിൻക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ സിൻക്രണസ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ നോർമൽ ആയിട്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ JK ഇൻപുട്ട് ആണ് സിൻക്രണസ് ഇൻപുട്ട്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ S ആൻഡ് R ഇൻപുട്സ് ആണ് സിൻക്രണസ് ഇൻപുട്ട്. D ഫ്ലിപ്പ് ഫ്ലോപ്പിന് D ഇൻപുട്ട്, T ഫ്ലിപ്പ് ഫ്ലോപ്പിന് T ഇൻപുട്സ്. ഇതൊക്കെയാണ് നോർമലി സിൻക്രണസ് ഇൻപുട്സ് എന്ന് പറയുന്നത്. സിൻസ് ദേ ഹാവ് എഫക്ട് ഓൺ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെൻ ദ ക്ലോക്ക് പൾസ് ഈസ് പ്രസന്റ്. ക്ലോക്ക് പൾസ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ആ ഇൻപുട്ടിന് പ്രസക്തിയുള്ളൂ. വളരെ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് വി വാണ്ട് ടു മേക്ക് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആസ് 1. അതായത് വി ഹാവ് ടു മേക്ക് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻ എ സെറ്റ് സ്റ്റേറ്റ് Q1 ആക്കണം എന്ന് വിചാരിക്കുക. സോ നമ്മൾ എന്താ ചെയ്യുക? യു അപ്ലൈ J = 1, K = 0. എന്നിട്ട് കയ്യും കെട്ടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ വിൽ യു ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് 1? നോ. ആഫ്റ്റർ അപ്ലൈയിങ് ദ ഇൻപുട്ട് യു അപ്ലൈ an active clock signal. Then only the flip flop will give you a 1 output. So that is why J and K inputs are called as synchronous inputs. അതുപോലെ തന്നെയാണ് SR ഇൻപുട്ടിന്റെ കേസ്, അതുപോലെ തന്നെയാണ് D ഇൻപുട്ടിന്റെ കേസ്, അതുപോലെ തന്നെയാണ് T ഇൻപുട്ടിന്റെ കേസ്. ഇനി the input which are not synchronized with the clock is asynchronous inputs. അപ്പൊ ഇങ്ങനെയല്ലാതെ ക്ലോക്ക് സിഗ്നലിന്റെ ശുപാർശ ഇല്ലാതെ, ക്ലോക്ക് സിഗ്നൽ കൊടുക്കേണ്ട ആവശ്യമില്ലാണ്ട് തന്നെ ആക്ട് ചെയ്യുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ അസിൻക്രണസ് ഇൻപുട്സ് എന്ന് പറയുന്നത്. സച്ച് ഇൻപുട്സ് ആർ, എക്സാമ്പിൾ ഫോർ സച്ച് ഇൻപുട്സ് ആർ പ്രീസെറ്റ് ആൻഡ് ക്ലിയർ. സോ പ്രീസെറ്റ് ആൻഡ് ക്ലിയർ ആർ ദ അസിൻക്രണസ് ഇൻപുട്ട് ഓഫ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ? പ്രീസെറ്റും ക്ലിയറും എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ട് ആണ്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ ശേഷിയുണ്ട്? ഔട്ട്പുട്ടിനെ ചേഞ്ച് ചെയ്യിക്കാനുള്ള ശേഷിയുണ്ട്. വിത്തൗട്ട് ദ അപ്ലിക്കേഷൻ ഓഫ് ക്ലോക്ക്. ക്ലോക്ക് ഇല്ലാതെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ടിനെ മാറ്റാനുള്ള കഴിവുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ദീസ് ഇൻപുട്ട് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് റിഗാർഡ്ലെസ് ഓഫ് സിൻക്രണസ് ഇൻപുട്സ് ഓർ ദ ക്ലോക്ക്. JK ഇൻപുട്ടിന്റെയോ ക്ലോക്കിന്റെയോ സഹായമില്ലാതെ തന്നെ യൂസിങ് ദീസ് ഇൻപുട്സ് വി ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫോർ ദാറ്റ് വി ആർ ഹാവിങ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹിയർ. ഓക്കെ, ഇവിടെ ഞാൻ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഇതില് നിങ്ങൾ സിൻക്രണസ് ഇൻപുട്ട് ആയിട്ട് പ്രീസെറ്റും ക്ലിയറും കൊടുത്തിരിക്കുന്ന സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടോ? ഔട്ട്പുട്ട് നാൻഡ് ഗേറ്റിന്റെ മൂന്നാമത്തെ ഇൻപുട്ട് ആയിട്ടാണ് ഇവിടെ പ്രീസെറ്റും ക്ലിയറും കൊടുത്തിരിക്കുന്നത്. അല്ലെ, ഔട്ട്പുട്ട് നാൻഡ് ഗേറ്റ്, ഇത് ഇൻപുട്ട് സൈഡിലുള്ള നാൻഡ് ഗേറ്റ്, ഇതിനാണ് ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ നാൻഡ് ഗേറ്റിന് ഒന്നും തൊട്ടിട്ടില്ല. ഔട്ട്പുട്ട് സൈഡിലുള്ള നാൻഡ് ഗേറ്റിന്റെ തേർഡ് ഇൻപുട്സ് ആയിട്ട് രണ്ട് ഇൻപുട്സ് അവർ ഒരു രണ്ട് വയർ അവിടെ വലിച്ചിട്ടു. ഇത് 3 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആക്കി, ഇതും 3 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആക്കി. മൂന്നാമത്തെ ഇൻപുട്ട്, ഇതിന്റെ മൂന്നാമത്തെ ഇൻപുട്ടിനെ പ്രീസെറ്റ് എന്നും ഇതിന്റെ മൂന്നാമത്തെ ഇൻപുട്ടിനെ ക്ലിയറും എന്നും വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനെല്ലാം കൂടെ ഒരു പെട്ടിയിലാക്കി. അപ്പൊ ഇതിലെല്ലാത്തിനും കൂടെ പെട്ടിയിലാക്കുന്ന സമയത്ത് മൊത്തം എത്ര ഔട്ട്പുട്ട് കണക്ഷൻസ് വരും? അല്ലെങ്കിൽ എത്ര എക്സ്റ്റേണൽ കണക്ഷൻസ് വരും? S കൊടുക്കാൻ ഒരു കണക്ഷൻ, R കൊടുക്കാൻ ഒരു കണക്ഷൻ, ക്ലോക്ക് കൊടുക്കാൻ ഒരു കണക്ഷൻ, Q കോംപ്ലിമെന്റ് വരാൻ ഒരു കണക്ഷൻ, പ്രീസെറ്റ് വരാൻ ഒരു കണക്ഷൻ, ക്ലിയർ വരാൻ ഒരു കണക്ഷൻ. അപ്പൊ ഇത്രയും കണക്ഷൻസ് എക്സ്റ്റേണലി നമുക്ക് അവൈലബിൾ ആണ്. സോ ഹൗ ദീസ് ഇൻപുട്സ് ആർ ചേഞ്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇൻപുട്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഏതിലേക്കാ? നാൻഡ് ഗേറ്റിലേക്കാണ്. നാൻഡ് ഗേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ?
നാൻഡ് ഗേറ്റിൽ എപ്പോഴാണോ അതിനൊരു സീറോ ഇൻപുട്ട് കിട്ടുന്നത് അപ്പൊ തന്നെ അതിന്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ബിക്കോസ് നാൻഡ് ഗേറ്റ്സ് ആർ മോർ സെൻസിറ്റീവ് ടു സീറോസ്. എപ്പോഴെങ്കിലും അതിനൊരു സീറോ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. സോ നമ്മള് സപ്പോസ് വി ആർ അപ്ലൈയിങ് പ്രീസെറ്റ് ഈക്വൽ ടു 0. ഓക്കെ, അറ്റ് എ ടൈം നമ്മൾ ഒന്നുകിൽ പ്രീസെറ്റ് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ ക്ലോക്ക് അപ്ലൈ ചെയ്യും. രണ്ടും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്ന പരിപാടി ഇവിടെ ഇല്ല. സോ നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ഉദ്ദേശം നമുക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എന്തിനു വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇൻപുട്ട് JK ഇൻപുട്ടും ക്ലോക്ക് ഒന്നും കൊടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഒന്ന് സെറ്റ് ചെയ്യണം. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് സെറ്റ് സ്റ്റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കയ്യിൽ വെച്ച് JK ഇൻപുട്ട് കൊടുത്ത് ക്ലോക്ക് കൊടുക്കുന്നതിന് മുമ്പേ ഇതിന്റെ ഔട്ട്പുട്ട് ഏത് സ്റ്റേറ്റിലായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ചിലപ്പോൾ അത് 0-ലായിരിക്കും, ചിലപ്പോൾ അത് 1-ലായിരിക്കും. സോ നമുക്ക് ഇനീഷ്യൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് 1 നിന്ന് തുടങ്ങണം. അങ്ങനെ ഒരു നിർബന്ധം എനിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ ഇൻ സച്ച് കേസസ് വി നീഡ് ടു മേക്ക് അല്ലെങ്കിൽ വി നീഡ് ടു സെറ്റ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിഫോർ ആപ്ലിക്കേഷൻ ഓഫ് ദ ഇൻപുട്ട് ആൻഡ് ക്ലോക്ക് സിഗ്നൽ. അല്ലെ, അതിനു വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം പ്രീസെറ്റ് ആൻഡ് ക്ലിയർ, അതിനാണ് നമ്മൾ സിങ്ക്രണസ് ഇൻപുട്ട് അല്ലെങ്കിൽ പ്രീസെറ്റ് ആൻഡ് ക്ലിയർ യൂസ് ചെയ്യുന്നത്. സോ സപ്പോസ് ഐ ആം മേക്കിംഗ് പ്രീസെറ്റ് ഈക്വൽ ടു 0. ഓക്കെ, പ്രീസെറ്റ് ഈക്വൽ ടു 0. പ്രീസെറ്റ് ഏതിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഈ നാൻഡ് ഗേറ്റിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നാൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്താ? നാൻഡ് ഗേറ്റിന് ഒരു 0 ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിന്റെ ഔട്ട്പുട്ട് അങ്ങോട്ടേക്ക് പോകും, 1-ലേക്ക് പോകും. സോ ഇവിടെ ഒരു 0 കിട്ടി, പ്രീസെറ്റ് 0 ആണല്ലോ അപ്ലൈ ചെയ്ത്. ഇവിടെ ഒരു 0 കിട്ടിയപ്പോൾ ഉടനെ ഈ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1-ലേക്ക് പോകും. ഈ ഔട്ട്പുട്ട് 1 ആയാൽ അതിന്റെ കോംപ്ലിമെന്റ് ഔട്ട്പുട്ട് 0 ആവുമല്ലോ. യെസ്, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കും. സോ ദ ഔട്ട്പുട്ട് ഈസ് സെറ്റ്. ഇപ്പൊ നിങ്ങൾ JK ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഔട്ട്പുട്ട് നാൻഡ് ഗേറ്റിൽ ഒരു 0 അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. സോ ഔട്ട്പുട്ട് നാൻഡ് ഗേറ്റ്, ഈ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടാണ് Q എന്ന് പറയുന്നത്. ഇതിനെ ഡയറക്ട്ലി നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? നമ്മളിപ്പോ ഈ പൊളിറ്റിക് കളികളൊക്കെ കളിക്കുന്ന പറയില്ലേ, നമ്മള് പിന്നെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് സാധാരണയുള്ള ഓർഡർ മറികടന്നിട്ട് ഇടയിൽ കൂടെയൊക്കെ കളിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുത്തുന്ന കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഇവനെ സാധാരണ രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ SR ഇൻപുട്ട് കൊടുത്ത് ക്ലോക്ക് ഇൻപുട്ട് ഒക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. പക്ഷെ ഇവർ എന്ത് ചെയ്തു? ഡയറക്റ്റ് ആയിട്ട് തലപ്പത്ത് കയറിയിട്ട് എന്ത് ചെയ്തു? സെറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, സോ ഔട്ട്പുട്ട് സെറ്റായി. ഇനി സോ പ്രീസെറ്റ് ഈക്വൽ ടു 0, ഇറ്റ് വിൽ സെറ്റ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് Q as 1 വിത്തൗട്ട് കൺസിഡറിങ് SR ആൻഡ് ക്ലോക്ക് ഇൻപുട്ട്. ആ സമയത്ത് S എന്താ, R എന്താ, ക്ലോക്ക് എന്താന്ന് ഒരു ചിന്തയില്ല, ക്ലോക്ക് സിഗ്നലിന്റെ ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ അതാണ് ഔട്ട്പുട്ട് എന്തായി മാറി? സെറ്റ് ആയിട്ട് മാറി. ഇനി അതേപോലെ സപ്പോസ് യു ആർ മേക്കിംഗ് ദ ക്ലിയർ ഇൻപുട്ട് ആസ് 0. ഓക്കെ, ക്ലിയർ 0 കൊടുത്തു. ക്ലിയറും എവിടെ ആക്ട് ചെയ്യുന്നത്? ഈ നാൻഡ് ഗേറ്റിലാണ്. അല്ലെ, ഈ നാൻഡ് ഗേറ്റിന് ക്ലിയർ കിട്ടുമ്പോൾ ഉടനെ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? ഈ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആയിട്ട് മാറും. ഇത് 1 ആണെങ്കിൽ Q എന്താവും? 0 ആയിരിക്കും. കാരണം ഇത് Q കോംപ്ലിമെന്റ് ആണ്, മറ്റേത് Q ആണ്. സോ ഇത് 1, അത് 0 ആണല്ലോ. സോ എന്ത് സംഭവിച്ചു? ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആയി. അല്ലെ, സോ if clear equal to 0, it will reset the flip flop output Q as 0 without considering S, R and ക്ലോക്ക് ഇൻപുട്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രീസെറ്റും ക്ലിയറും ഉപയോഗിച്ചിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആക്കി മാറ്റുന്നത്. അപ്പൊ ഇനീഷ്യലി നമ്മൾ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് യു ക്യാൻ അപ്ലൈ ദ SR ഇൻപുട്സ് ആൻഡ് ക്ലോക്ക്. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് പ്രീസെറ്റ് ഈക്വൽ ടു 1, ക്ലിയർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പ്രീസെറ്റ് 0 ആക്കി, അപ്പോൾ ക്ലിയറിനെ ഒന്നും ചെയ്തില്ല. ക്ലിയർ 0 ആക്കി, അപ്പൊ പ്രീസെറ്റിനെ ഒന്നും ചെയ്തില്ല. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് പ്രീസെറ്റ് ഈക്വൽ ടു 1, ക്ലിയർ ഈക്വൽ ടു 1? എന്തായിരിക്കും സംഭവിക്കുക? നാൻഡ് ഗേറ്റിന് 1 ഇൻപുട്ട് കിട്ടിയാൽ പുല്ല് വിലയാണ്. കാരണം അത് അതിന്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യിക്കാൻ സഹായിക്കുകയില്ല. സോ ഇവിടെ 1 കിട്ടിയാലും ഈ 1 ഈ നാൻഡ് ഗേറ്റിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല, ഈ 1 ഈ നാൻഡ് ഗേറ്റിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. സോ ഈ നാൻഡ് ഗേറ്റിനെ ആരായിരിക്കും എഫക്ട് ചെയ്യുന്നത്? ഇവിടുന്ന് വരുന്ന ഇൻപുട്സ് ആയിരിക്കും. ഇവിടുന്ന് വരുന്ന ഇൻപുട്സ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇവന്മാരാണ്. ഓക്കെ, സോ ഇപ്പൊ അത് എന്തിലാ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ അത് നോർമൽ ഓപ്പറേഷൻ, എസും ആറും ക്ലോക്കിനും, അതായത് സിങ്ക്രണസ് ഇൻപുട്ടിനനുസരിച്ച് അത് വർക്ക് ചെയ്തോളൂ. അപ്പൊ പ്രീസെറ്റിനും ക്ലിയറിനും അവിടെ എഫക്ട് ഇല്ല. സോ നോർമൽ കണ്ടീഷനിൽ നമുക്ക് പ്രത്യേകിച്ച് തുടക്കത്തിൽ ഇതിനെ സെറ്റ് ചെയ്യിക്കണമെന്നോ തുടക്കത്തിൽ അതിനെ റീസെറ്റ് ചെയ്യിക്കണമെന്നോ അങ്ങനെ യാതൊരു നിർബന്ധവും നമുക്കില്ലെങ്കിൽ യു ക്യാൻ കീപ് പ്രീസെറ്റ് ഈക്വൽ ടു 1, ക്ലിയർ ഈക്വൽ ടു 1. അതും ഓക്കെ ആയല്ലോ. ഇനി സപ്പോസ് ഒരു കുരുത്തക്കേടിന് വേണ്ടിയിട്ട് നമ്മൾ ഇഫ് യു ആർ അപ്ലൈയിങ് പ്രീസെറ്റ് ഈക്വൽ ടു 0, ക്ലിയർ ഈക്വൽ ടു 0. സോ എന്ത് സംഭവിക്കും? രണ്ട് ഔട്ട്പുട്ടിലുള്ള നാൻഡ് ഗേറ്റും 0 കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ്.
സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ നാൻഡ് ഗേറ്റും സീറോയ്ക്ക് സെൻസിറ്റീവ് ആണ്, ഈ നാൻഡ് ഗേറ്റും സീറോയ്ക്ക് സെൻസിറ്റീവ് ആണ്. അപ്പൊ ഇതും 1 വരും, ഇതും 1 വരും. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ 2 ഔട്ട്പുട്ടുകളും 1 വരാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് ഇവിടുത്തെ ഔട്ട്പുട്ട് ക്യൂ ആണെങ്കിൽ ഇവിടുത്തെ ഔട്ട്പുട്ട് ക്യൂ കോംപ്ലിമെന്റ് ആയിരിക്കണം എന്നാണ്. സോ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇവിടെ 2 1 കൊടുപ്പിക്കാൻ ശ്രമിക്കാൻ പാടുണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലോ. സോ നെവർ അപ്ലൈ പ്രീസെറ്റ് ഈക്വൽ ടു 0, ക്ലിയർ ഈക്വൽ ടു 0 സ്റ്റേറ്റ്. അതൊരിക്കലും നമ്മൾ അപ്ലൈ ചെയ്ത്, കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും സർക്കസ് ചെയ്യുന്നത്. സോ പ്രീസെറ്റ് ഈക്വൽ ടു 0, ക്ലിയർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതേ ഇല്ല. അപ്പോ എന്തൊക്കെയാണ് പ്രീസെറ്റും ക്ലിയറും വെച്ചിട്ടുള്ള നമ്മുടെ കോമ്പിനേഷൻസ്? ദാറ്റ് ഈസ് ഇഫ് പ്രീസെറ്റ് ഈക്വൽ ടു 0, ക്ലിയർ ഈക്വൽ ടു 0, ദിസ് കോമ്പിനേഷൻ ഈസ് നോട്ട് യൂസ്ഡ്. നമ്മൾ മനസ്സിലാക്കിയത്. ഇനി പ്രീസെറ്റ് 0 ആവുന്ന സമയത്ത് ക്ലിയർ നമ്മൾ ഏതില്ല? നമുക്ക് ഇനീഷ്യലി എന്ത് ചെയ്യണം? ഇനീഷ്യലി നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സെറ്റ് ചെയ്യിക്കണം. സെറ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രീസെറ്റ് ഈക്വൽ ടു 0 കൊടുക്കണം. അപ്പൊ ക്ലിയറിന്റെ വാല്യൂ എന്തായിരിക്കണം? ക്ലിയർ 1 ആയിരിക്കണം. പ്രീസെറ്റ് 0, ക്ലിയറും 0 ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. പ്രീസെറ്റ് 0 ആക്കിയാലേ ഇത് സെറ്റ് ആവുള്ളൂ. സോ ക്ലിയർ എന്തായിരിക്കണം? 1 കൊടുക്കണം. സോ ഫോർ 0 1 കണ്ടീഷൻ, പ്രീസെറ്റ് ഈക്വൽ ടു 0, ക്ലിയർ ഈക്വൽ ടു 1, the flip flop will be set. Similarly, for making the flip flop reset, make clear equal to 0, preset equal to 1. Okay? അപ്പൊ എന്ത് സംഭവിക്കും? ക്ലിയർ 0 ആവുന്ന സമയത്ത് ക്യൂ കോംപ്ലിമെന്റ് 1 ആവും, ക്യൂ 0 ആവും. സോ ഓട്ടോമാറ്റിക്കലി ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി റീസെറ്റ്. സോ ഫോർ ദിസ് കോമ്പിനേഷൻ, പ്രീസെറ്റ് ഈക്വൽ ടു 1, ക്ലിയർ ഈക്വൽ ടു 0, the flip flop will be reset. Then preset equal to 1, clear equal to 1. Normal operation. Flip flop will perform normally. ആ സമയത്ത് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇനീഷ്യലി സെറ്റും ചെയ്യിക്കേണ്ട, റീസെറ്റും ചെയ്യിക്കേണ്ട. ഇൻപുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്തു. നമ്മൾ എഡീഷണൽ ആയിട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. സോ ദീസ് ആർ ദ ഓപ്പറേഷൻ ഓഫ് പ്രീസെറ്റ് ആൻഡ് ക്ലിയർ. ആൻഡ് ഒരു കാര്യം കൂടെ, ഇവിടെ നമ്മൾ പ്രീസെറ്റ് 0 ആക്കുന്ന സമയത്താണ് ഔട്ട്പുട്ട് 1 ആവുന്നത്. അതേപോലെ ക്ലിയർ 0 ആക്കുന്ന സമയത്താണ് ഔട്ട്പുട്ട് റീസെറ്റ് ആവുന്നത്. ദാറ്റ് മീൻസ് പ്രീസെറ്റ് ആൻഡ് ക്ലിയർ ആർ ആക്റ്റീവ് ലോ ഇൻപുട്ട്. അതുകൊണ്ടാണ് തുടക്കത്തില് പ്രീസെറ്റും ക്ലിയറിനെ നമ്മൾ ബബിൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് ഡയഗ്രത്തിൽ. ഓക്കെ, ഇനി ആക്റ്റീവ് ഹൈ പ്രീസെറ്റ് ക്ലിയർ കൊടുക്കുന്ന കൺസെപ്റ്റുകൾ ഉണ്ട്. ഓക്കെ, അതും കൂടെ പറഞ്ഞ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് പ്രീസെറ്റ് ആൻഡ് ക്ലിയർ. ഇത് മെയിൻ ആയിട്ട് പ്രീസെറ്റ് ആൻഡ് ക്ലിയറിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത് കൗണ്ടർ സർക്യൂട്ടുകളിലാണ്. ചില സമയത്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സ്റ്റേറ്റ് ഇന്ന സ്റ്റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രീസെറ്റും ക്ലിയറും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പ്രീസെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ മാത്രം സ്റ്റേറ്റ് 1 ആക്കി മാറ്റാം. ദെൻ സിങ്ക്രണസ് ഇൻപുട്സുകൾ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ കംപ്ലീറ്റ് 4 മൊഡ്യൂൾസിന്റെയും ഇതുപോലെയുള്ള ക്ലാസ്സുകളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മുടെ വൺസിന്റെ കോഴ്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ എല്ലാവരും ആപ്പ് പർച്ചേസ് ചെയ്യുക, ദെൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. ഓക്കെ, താങ്ക് യു.